ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം മരുഭൂമിയിലെ മരീചിക പോലെയാണ് വാസ്തവത്തിൽ ഈ ലോകത്തിലെ സുഖങ്ങൾ എല്ലാം തന്നെ. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലെങ്കിലും ഒരു പ്രത്യേക അകലത്തിൽ വീക്ഷിക്കുമ്പോൾ ജലാശയം പോലെ വെള്ളം ഓളം വെട്ടുന്നതായിട്ട് നമുക്ക് അനുഭവമാകും. എന്നാൽ മാനിനെ പോലെയുള്ള മൃഗങ്ങൾ അത് വെള്ളമാണെന്ന് കരുതി അത് കുടിക്കാനായി മണലാരണ്യത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ എത്ര ഓടിയാലും ഒരു തുള്ളി വെള്ളം പോലും അതിൽ നിന്നും കിട്ടുകയില്ല. എങ്കിലും ഓടൽ അതിൻ്റെ സ്വഭാവമാണ്. അപ്രകാരം ആണ് വാസ്തവത്തിൽ ഈ ലോകത്തിലെ സുഖങ്ങളും. പിടിക്കാനായടുക്കുമ്പോൾ തെന്നിമാറിയകന്നിടും സുഖമെന്ന മരുപ്പച്ച വീണ്ടും മാടി വിളിച്ചിടും. ഒരു ഭൂമിയിൽ കാണുന്ന ജലാശയത്തിനാണ് മരുപ്പച്ച എന്ന് പറയുന്നത്. പക്ഷേ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സത്യമായിട്ടും അവിടെ ജലം ഓളം വെട്ടുന്നതായിട്ട് കാണാൻ കഴിയും. പിടിക്കാനായെടുക്കുമ്പോൾ, സുഖത്തെ പിടിക്കാനായി അല്ലെങ്കിൽ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാനായി ഓടിയെടുക്കുമ്പോൾ തെന്നിമാറി അകന്നിടും. അതത്ര അകലത്തിലേക്ക് പോകും. ഒരടി നാം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരടി ആ ജലാശയവും മുന്നിലേക്ക് പോകുന്നു. 10 അടി നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ 10 അടി അത് മുന്നിലേക്ക് അകലുന്നു. എപ്പോഴും നമ്മളും ആ ജലാശയവും തമ്മിൽ ഒരേ അകലമാണ്. ആ അകലത്തെ അതിക്രമിക്കാൻ നമുക്കൊട്ട് സാധിക്കുകയുമില്ല. ഇനി അതിക്രമിച്ചാൽ തന്നെ അവിടെയോട്ട് വെള്ളം ഇല്ലതാനും. ഇല്ലാത്ത വെള്ളം കുടിച്ചെങ്ങനെ ദാഹം തീർക്കും? അതാണ് മരുപ്പച്ചയുടെ ഈ സ്വഭാവം. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ സുഖവും. ഗൃഹകുടുംബാദികളിലും ജോലി സ്ഥാനമാനാദികളിലും ഗൃഹം ദേഹാദികളിലും എല്ലാം നമുക്ക് വെട്ടിപ്പിടിക്കുന്നതും വാരിപ്പിടിക്കുന്നതുമായ സുഖങ്ങളെല്ലാം ചോർന്നു പോകുന്നവയാണ്. നിലനിൽക്കുന്ന ഒരൊറ്റ സുഖവും ഇവയിലൊന്നും നമുക്കില്ല. ഒന്ന് കഴിഞ്ഞ കാലത്തേക്ക് ഓരോ അനുഭവങ്ങളെയും ഒന്ന് വിചിന്തനം ചെയ്തു നോക്കൂ. ഇത് സത്യമല്ലേ എന്ന് നമുക്ക് അനുഭവമാകും. അതാണ് പിടിക്കാനായെടുക്കുമ്പോൾ സുഖത്തെ കിട്ടി എന്ന് നമുക്ക് തോന്നും. തെന്നിമാറി അകന്നിടും. അപ്പോഴേക്കും അത് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നും. സുഖമെന്ന മരുപ്പച്ച, സുഖത്തെ ഒരു മരീചികയായിട്ടാണ്, മരുപ്പച്ചയായിട്ടാണ് കാണുന്നത്. മരുപ്പച്ച എന്നാൽ മരുഭൂമിയിലെ ജലാശയം. സുഖമെന്ന മരുപ്പച്ച വീണ്ടും മാടി വിളിച്ചിടും. അവിടെ ഒന്നുമില്ല, ഇനി ഞാൻ പോണില്ല എന്നാരും കരുതൂല്ല. എത്ര ഓടിയടഞ്ഞാലും ഒന്നിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. സുഖം എന്ന മരുപ്പച്ച ഉണ്ടെന്ന ധാരണയിൽ നമ്മൾ ഓടിയകന്ന് നാശം സംഭവിക്കുന്നു. മരണം വരെ ഈ ഓട്ടം മാത്രമാണ്. അവസാനം കിട്ടിയതുമില്ല, കടിച്ചതുമില്ല, പിടിച്ചതുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ആയുസ്സും ആരോഗ്യവും എല്ലാം പോയപ്പോൾ താൻ ആരൊക്കെ തനിക്ക് സഹായിക്കാനുണ്ടെന്ന് കരുതിയോ അവരാർക്കും നമ്മെ സഹായിക്കാൻ സാധ്യമല്ല. ആരും നമ്മോടൊപ്പമൊട്ടില്ല താനും. ഒരു തരി മണ്ണോ നാം നേടിവെച്ച സ്വത്തുക്കളിൽ എന്തെങ്കിലുമോ നമ്മുടെ ഉറ്റ ബന്ധുക്കളാരെങ്കിലുമോ ഒന്നും നമ്മോടൊപ്പമില്ല. നാം മാത്രമാണ്. പുത്രന്മാരോ കളത്രമോ ഗേഹമോ മിത്രമോ ബന്ധുവർഗമോ ഭൂമിയോ വിത്തമോ തൻ്റെ കൂടെ വരില്ലഹോ ചത്തുപോകുന്ന നേരം ശിവ ശിവ. ഇതെത്ര വാസ്തവമാണ്.
പുത്രകളത്ര ഗേഹധനാദി പോലെ ശരീരവും അസ്ഥിരം ജലരേഖയോടു സമാനമാണ് സമസ്തവും. ചത്തുപോമള ഒന്നുമേ ഒരുമിച്ചു പോരുകയില്ലഹോ. നിത്യനിർമ്മല നീ സദാഗതി ഗോവിന്ദ. ഭഗവാൻ മാത്രമേ നമുക്ക് സദാ ഗതിയായിട്ടുള്ളൂ, തുണയായിട്ടുള്ളൂ. അത് മരീചികയല്ല, അത് മാത്രമേ സത്യമായിട്ടുള്ളൂ. അത് മനസ്സിൻ്റെ സ്വസ്ഥതയിൽ നിന്നേ നമുക്ക് അനുഭവമാകൂ. ആ മനസ്വസ്ഥതയാണ് നാം നേടേണ്ടത്. ആ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കുകയാണ് വേണ്ടത്. മനസ്സംയമനം അതിനനിവാര്യമാണ്. അതിനാദ്യം നമ്മൾ ദുഷ്പ്രവർത്തികളിൽ നിന്നും സൽപ്രവർത്തികളിലേക്കും, സൽപ്രവർത്തികളിൽ നിന്നും അത് ഫലേച്ഛ കൂടാതെ നിഷ്കാമമായും ചെയ്യുമ്പോൾ നമുക്ക് ചിത്തശുദ്ധി വരും, മനസ്സ് ശുദ്ധമാവും. ശുദ്ധമായ മനസ്സുകൊണ്ട് പരമമായ സത്യത്തെ നമുക്ക് ബോധിക്കാനും സാധിക്കുന്നതാണ്. സുഖമെന്ന മരുപ്പച്ച വീണ്ടും മാടി വിളിച്ചിടും, പിടിക്കാനടുക്കുമ്പോൾ തെന്നിമാറി അകന്നിടും. സുഖമെന്ന മരുപ്പച്ച വീണ്ടും മാടി വിളിച്ചിടും. എത്ര വാസ്തവമാണ് ഇതൊക്കെ! ഈ സുഭാഷിതങ്ങളൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. പിടിക്കാനായടുക്കുമ്പോൾ തെന്നിമാറി അകന്നിടും. സുഖമെന്ന മരുപ്പച്ച വീണ്ടും മാടി വിളിച്ചിടും.